സ്പോർട്സിൽ നാച്ചുറൽ ടാലന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് എല്ലാവരും പറയും. പക്ഷെ ചരിത്രം നോക്കിയാൽ ലെജൻസിനെ സൃഷ്ടിച്ചത് നാച്ചുറൽ ടാലന്റ് മാത്രമല്ല. ആക്ച്വലി ഒരു അത്ലീറ്റിനെ ഭയക്കേണ്ടത് അവന്റെ ടാലന്റിനെ കണ്ടിട്ടല്ല, പകരം ആരും ശ്രദ്ധിക്കാണ്ടായി പോകുന്ന അവന്റെ ഹാർഡ് വർക്കിനെയാണ്. പുലർച്ചെ എഴുന്നേൽക്കുന്ന ദിവസങ്ങൾ, വേദന, പരാജയങ്ങൾ, തിരിച്ചുവരവുകൾ, അവിടെയാണ് യഥാർത്ഥ ചാമ്പ്യന്മാർ ജനിക്കുന്നത്. ചിലർക്കൊക്കെ ടാലന്റ് ഒരു സ്റ്റാർട്ടിങ് കൊടുക്കും, പക്ഷെ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഒരു ടാലന്റിലും ഒരു കാര്യമില്ല. അതേസമയം ഒരു നോർമൽ ടാലന്റ് ഉള്ള ഒരാൾ ഡെയിലി പണിയെടുത്ത് അവൻ ഔട്ട്സ്റ്റാൻഡിങ് ആവും. ആക്ച്വലി ഒരു മെഡൽ അല്ലെങ്കിൽ റെക്കോർഡ് അല്ലെങ്കിൽ ഒരു ലെജൻഡറി പെർഫോമൻസ് ഇതിന്റെ പിന്നിൽ വർഷങ്ങളുടെ ത്യാഗം കാണും. പക്ഷെ അനുഭവിച്ച കഷ്ടപ്പാടും പ്രഷറും ഒന്നും കാണാൻ ആരും കാണില്ല. ഒരു കാര്യം ഓർത്തോ, ഹാർഡ് വർക്കും കൊണ്ട് എന്തായാലും ഒരു ദിവസം സക്സസ് ആകും എന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല. പക്ഷേ ഏതൊരു സക്സസ്ഫുൾ പെർഫോമൻസിനും പിന്നിൽ ഒരു ഹാർഡ് വർക്ക് എന്തായാലും കാണും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ഏതൊരു ലെജൻഡറി അത്ലീറ്റിനെ എടുത്ത് നോക്കിയാലും ഒരു കഷ്ടപ്പാടിന്റെ കഥ എന്തായാലും കേൾക്കാൻ പറ്റും. അപ്പൊ ടാലന്റിനപ്പുറം സാക്രിഫൈസ് ഉണ്ട്, കൺസിസ്റ്റൻസി ഉണ്ട്, ഡിസിപ്ലിൻ ഉണ്ട്. അവിടെയാണ് യഥാർത്ഥ ചാമ്പ്യന്മാർ ജനിക്കുന്നത്.